നിസ്സാരം, വെരി ഈസി. ഏത് പിള്ളേർക്കും പറ്റും, ആർക്കും പറ്റും. നമുക്കറിയാം പൊറോട്ട ഉണ്ടാക്കുന്നത് അത്ര ഈസിയുള്ള കാര്യമല്ല, ഒരു ശ്രമകരമായ ജോലി തന്നെയാണ്. പക്ഷെ നമുക്കതിനെ വളരെ ഈസി ആയിട്ട് നല്ല ലെയറുള്ള, നല്ല ഗോൾഡൻ കളറുള്ള, നല്ല ഗോൾഡൻ പൊറോട്ട നമുക്കുണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതോടൊപ്പം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് ഞങ്ങളെ അറിയിക്കണം. അപ്പം നമുക്ക് അതിനാദ്യമായിട്ട് വേണ്ടത് ഒരു മുട്ട, 2 സ്പൂൺ പഞ്ചസാര, പിന്നെ ഉപ്പ്, നമുക്ക് ഒരു പാകത്തിന് ഉപ്പ്. ഇത് 1 കിലോ മൈദയുടെ കണക്കാണ് പറയുന്നത് കേട്ടോ, 1 കിലോ മൈദയ്ക്കാണ്. പിന്നെ 1/2 ലിറ്റർ വെള്ളം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ മൈദ ഇട്ട് കൊടുത്തു. മുട്ടയും പഞ്ചസാരയും ഉപ്പും ഉള്ള വെള്ളം മിക്സ് ചെയ്തതിലേക്ക് നമ്മൾ മൈദ ഇട്ട് കൊടുത്തു. ഇനി മൈദ നമുക്കൊന്ന് സ്പൂണ് കൊണ്ടൊന്ന് മിക്സാക്കാം. ഇത് സ്പൂണ് കൊണ്ട് പൂർണ്ണമായിട്ട് മിക്സായി വരുവുള്ളൂ. ഇത് കുഴക്കണമെങ്കിൽ നമ്മൾ പൊറോട്ട ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രതലം ഏതാണോ അവിടെ ഇട്ട് ശരിക്കും കൈ കൊണ്ട് ഒന്ന് കുഴക്കണം. തൽക്കാലം നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൊണ്ട് പറ്റുന്നു, ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല, വളരെ നിസ്സാരമാണ്, ഈസി. അപ്പം നമ്മൾ മൈദ കുഴച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് നല്ലൊരു വൃത്തിയുള്ളൊരു തുണിയുണ്ട്, അതായത് ഒരു പുതിയ തോർത്ത്. അതുകൊണ്ട് നമുക്കിതിനൊരു 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഒന്ന് ഒരു കുറച്ച് സമയം ഇരുന്നാൽ നല്ലൊരു മയം വരാൻ വേണ്ടിയിട്ടാണ്. ഒരു 10 മിനിറ്റ് നമുക്കിതിനെ മൂടി വെക്കാം. അപ്പോൾ ഏകദേശം 10 മിനിറ്റായി. നമുക്കിതിനെ മെല്ലെ എടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ചെറിയ ബോളാക്കി മാറ്റണം. അതായത് 1 കിലോ മൈദ ഒരു 20 22 പൊറോട്ടേൻ്റെ ബോളാക്കി മാറ്റണം. അപ്പോൾ നമുക്കിതിനെ ചെറിയൊരു ബോളാക്കി എടുക്കാം. ഈ വലുപ്പത്തിലുള്ള ഒരു 22 ബോളോ 23 ബോളോ നമുക്ക് എത്രയാണ് വേണ്ട ആ രീതിയിൽ നമുക്കിതിനെ എടുക്കാം. ബോൾ ഈ രീതിയിലല്ല, ഏത് രീതി വേണമെങ്കിലും പിടിക്കാം കേട്ടോ. നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ പിടിക്കാം. ഇനി നമുക്കിതിൻ്റെ ലേശം എണ്ണ ഇട്ടിട്ട്, നല്ലോണം എണ്ണ ഒന്ന് കൊടുത്തിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് ഒന്ന് തുണിയിട്ട് മൂടി വെക്കാൻ നോക്കാം. അപ്പോൾ നമ്മളതിനെ ലേശം എണ്ണ കൊടുത്ത് ഒന്ന് ഭദ്രമായിട്ട് വെക്കുകയാണ്. ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് നമുക്കിതിനൊന്ന് വെക്കാം. അപ്പോൾ ഇത് കുറച്ചുകൂടി സോഫ്റ്റ് ആവും. അപ്പം നമ്മളങ്ങനെ ബോളാക്കി വെച്ച മൈദ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി ഒരു പ്ലേറ്റിൽ അട്ടയായിട്ട് വെക്കാം. അത്യാവശ്യം ഓയിലെടുത്തു, ഒരു ബോൾ എടുത്തു, ഒന്ന് ചെറുങ്ങനെ ഒന്ന് പരത്തിയാൽ മതി. ഒരുപാട് വണ്ണത്തിൽ പരത്തണ്ട, ഒരു പൂരിയുടെ ഒക്കെ ഒരു വലിപ്പത്തിൽ ഒന്ന് പരത്തി വെക്കും. അപ്പോൾ നമ്മളിത് പരത്തി വെച്ചു. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നല്ലവണ്ണം എണ്ണ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് മൈദപ്പൊടി അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കുക. നല്ലോണം മൈദപ്പൊടി, നല്ലോണം എണ്ണയും കൊടുക്കുക. പിന്നീട് വീണ്ടും ഒരു ബോൾ എടുക്കുക. അതിനെ ഇതേപോലെ തന്നെ പരത്തി അതിൻ്റെ മുകളിൽ നമ്മൾ വെക്കണം.
പൊറോട്ട അങ്ങനെ പൊറോട്ടയുടെ മാവ് ചെറിയ ബോളാക്കി പരത്തി വെച്ചത് ഏകദേശം 10 മിനിറ്റായി. ഇനി നമുക്ക് ഇത് എങ്ങനെ ചുരുട്ടിയെടുക്കാൻ നോക്കാം. അതിന് നമ്മൾ ആ മുകളിലുള്ള ആ ബോളിനെ ഇങ്ങനെ പിടിക്കുക, പതുക്കെ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇതുണ്ട് ഇങ്ങനെ പതുക്കെ ഇതൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അവിടെ. എന്നിട്ട് ഇങ്ങനെ ഇതിനെ ഒന്ന് വലിച്ചിങ്ങനെ എടുക്കുക. അപ്പോൾ നല്ല ലെയർ വരുന്നു. ഇനി നമ്മളിത് കയ്യിലോട്ട് വിരലോട്ടോ കയ്യിലോട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു സൗകര്യത്തിന് ചുരുട്ടിങ് എടുക്കുക. ഇതിൻ്റെ അടിഭാഗം കൊണ്ടടി ലോക്ക് ചെയ്യുക. നമ്മൾ പതുക്കെ ഇങ്ങനെ ഒന്ന് അനക്കി ഇങ്ങനെ വലിച്ചിങ്ങനെ എടുക്കുക. ആ വലിച്ചെടുത്തതിനെ നമ്മൾ വിരലിലേക്കോ ഇങ്ങനെ ചുറ്റിങ് എടുക്കുക. ഒന്ന് അനക്കി വലിച്ചാൽ മതി. അപ്പോൾ നല്ല ലെയറായിട്ട് ഇങ്ങനെ വരും. ഇതാണ് ലെയറായിട്ട് ഇങ്ങനെ വന്ന സംഭവത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം അടിയിൽ കൊണ്ട് ലോക്ക് ചെയ്തു. ഇപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ ഒന്ന് വലിച്ചിങ്ങനെ എടുക്കുക. അതിൻ്റെ ആ സംഭവം നമ്മളിങ്ങനെ ഒന്ന് വിരലോട്ട് എങ്ങനെയാണോ ചുറ്റാൻ പറ്റുന്ന ആ രീതിയിൽ ഒന്നിങ്ങനെ ചുറ്റിയെടുക്കുക. ചുറ്റിയെടുത്ത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം അടിയിൽ കൊണ്ട് ലോക്ക് ചെയ്യും. അപ്പോൾ ഇനി ഇത് പരത്തുക. കല്ലുമ്മലോട്ട് ഇങ്ങനെ ഇടുക. അപ്പോൾ നമ്മൾ ആയ പൊറോട്ട, വെന്ത് പൊറോട്ട ഇങ്ങനെ എടുത്ത് ഇതിങ്ങനെ 2 നല്ല ലെയറുള്ള പൊറോട്ട.